യൂറോപ്പിൽ അലയടിക്കുന്ന തീവ്ര വലതുപക്ഷ മുന്നേറ്റം ഫ്രാൻസിലും ശക്തമാണ്. ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് മരീൻ ലെ പെൻ എന്ന വനിതാ നേതാവാണ്. കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നേരിയ വോട്ട് ശതമാനത്തിനാണ് മരീൻ ലെ പെന്നിനെ ഇമ്മാനുവൽ മാക്രോൺ പരാജയപ്പെടുത്തിയത്. 2027 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മരീൻ വിജയിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ. എന്നാൽ സാമ്പത്തിക ക്രമക്കേടു കേസിൽ പാരീസ് ക്രിമിനൽ കോടതി കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയത് മരീൻ ലെ പെന്നിന് വൻ തിരിച്ചടിയായി. അധികാരത്തിലെത്താതിരിക്കാൻ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ കളിയാണ് കോടതിയിലൂടെ പുറത്തുവന്നതെന്ന് മരീൻ ലെ പെന്നും അവരുടെ പാർട്ടിയായ നാഷണൽ റാലിയും കുറ്റപ്പെടുത്തി. ഹംഗറി, ഇറ്റലി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ രാഷ്ട്രീയാധികാരം നേടിയതും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരയായി അലയടിച്ചതുമായ തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയം ഫ്രാൻസിലും കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ശക്തി പ്രാപിച്ചു വരികയാണ്. ഈ മുന്നേറ്റത്തിനു പിന്നിലെ ചാലക ശക്തിയായിരുന്നു മരീൻ ലെ പെൻ എന്ന തീവ്ര വലതുപക്ഷ നേതാവ്. പിതാവ് ഷോങ് മാരിൻ ലെ പെന്നിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാണ് അവർ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉഴുതുമറിച്ച ഫ്രാൻസിന്റെ മണ്ണിൽ തീവ്ര വലതുപക്ഷ ചിന്തയുടെ വിത്തുമുളപ്പിച്ചത്. 2022 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മരീൻ ലെ പെന്നുമായി ഇഞ്ചോടിഞ്ച് പോരാടിയാണ് ഇമ്മാനുവൽ മാക്രോണിന് വിജയമുറപ്പിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഫ്രഞ്ച് രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് മരീൻ ലെ പെൻ നയിക്കുന്ന നാഷണൽ റാലി ഭൂരിപക്ഷം നേടുമെന്നായിരുന്നു എല്ലാ സർവേ ഫലങ്ങളും പ്രവചിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്താതിരിക്കാൻ രാഷ്ട്രീയ വൈരികളെ പോലും കൂട്ടുപിടിച്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്റെ മധ്യപക്ഷ സഖ്യവും വിശാല ഇടതു സഖ്യവും തമ്മിൽ തിരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയിരുന്നു. ഈ സഖ്യത്തിലൂടെ തീവ്ര വലതുപക്ഷത്തേക്ക് തിരിഞ്ഞ കാറ്റിനെ ഗതിമാറ്റിവിടാൻ മാക്രോണിന് കഴിഞ്ഞു. കൂട്ടുമുന്നണിക്ക് മുന്നിൽ തീരെ ചെറിയ വോട്ട് ശതമാനത്തിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മാരിൻ ലെ പെൻ അന്നു പറഞ്ഞത് തിര ഉയർന്നുകൊണ്ടേയിരിക്കുന്നു, ഉചിതമായ നേരത്ത് അത് ഇനിയും ഉയരുമെന്നായിരുന്നു. തിര ഇനിയും ഉയരുമെന്ന് മരീൻ പറഞ്ഞത് 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയാണ്. മരീന്റെ ഈ വാക്കുകളാണ് ഇമ്മാനുവൽ മാക്രോണിനെ അസ്വസ്ഥനാക്കിയത്. വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മരീൻ ലെ പെന്നിന്റെ പാർട്ടി വിജയിക്കുമെന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി മരീൻ ലെ പെന്നിനെ തളയ്ക്കാൻ കരുക്കൾ നീക്കിയിരുന്നവരെ ആശ്വാസം കൊള്ളിക്കുന്ന വിധിയാണ് കഴിഞ്ഞയാഴ്ച പാരീസ് ക്രിമിനൽ കോടതിയിൽ നിന്നുണ്ടായത്. വിധി നാഷണൽ റാലി പാർട്ടി ക്യാമ്പിലുണ്ടാക്കിയതാകട്ടെ കടുത്ത നിരാശയും. കഴിഞ്ഞ 3 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചു വന്ന മരീൻ ലെ പെന്നിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന വിധിയായിരുന്നു കോടതിയുടേത്. അഴിമതി കേസിൽ മരീൻ ലെ പെന്നിന് തടവ് ശിക്ഷയും ചുമത്തിയതാണ് തീവ്ര വലതുപക്ഷത്തിന് തിരിച്ചടിയായത്. യൂറോപ്യൻ പാർലമെന്റിന്റെ പണം സ്വന്തം പാർട്ടിക്കാർക്കും പേഴ്സണൽ സ്റ്റാഫിനും ശമ്പളം നൽകാൻ ഉപയോഗിച്ചു എന്നതാണ് ചുമത്തിയ കേസ്. പാരീസ് ക്രിമിനൽ ജഡ്ജി ബെനഡിക്ട് ദെ പെർത്തുയിസിന്റേതാണ് വിധി. 1 ലക്ഷം യൂറോ അഥവാ 92.53 ലക്ഷം രൂപ പിഴയും മരീൻ ലെ പെന്നിനെതിരെ ചുമത്തി. 5 വർഷത്തേക്ക് പദവികൾ വഹിക്കുന്നതിനും മരീന് വിലക്കുണ്ട്. വിലക്കുള്ളതിനാൽ 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മരീന് സാധ്യത കുറവാണ്. നിലവിൽ മരീൻ പാർലമെന്റ് അംഗമാണ്. ആ പദവി റദ്ദാക്കിയിട്ടില്ല. ഇതിനു പുറമെ 4 വർഷത്തേക്ക് തടവു ശിക്ഷയും കോടതി വിധിച്ചു. ഇതിൽ 2 വർഷത്തെ ശിക്ഷ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന 2 വർഷം ലെ പെൻ ജയിലിൽ കഴിയേണ്ട. പക്ഷേ ഈ സമയമെല്ലാം അവർ ഇലക്ട്രോണിക് അറസ്റ്റിലായിരിക്കും. ജയിലിന് പുറത്ത് ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ധരിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. വ്യക്തിയുടെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം അധികൃതർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരു കാലിലിടുന്ന ഇലക്ട്രോണിക് വിലങ്ങ്. മരീൻ ലെ പെന്നിനു പുറമെ നാഷണൽ റാലി പാർട്ടിയുടെ 9 യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളും 12 സ്റ്റാഫുകളും കുറ്റക്കാരാണെന്ന് വിധിച്ചു. പാർട്ടിയിലെ 24 പേർ കേസിലെ പ്രതികളാണ്. വിധിക്കെതിരെ മരീനും മറ്റു നേതാക്കളും അപ്പീൽ നൽകും. തീരുമാനം അനുകൂലമായാൽ 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ കഴിയും. ഫ്രാൻസിൽ സാധാരണയായി അപ്പീൽ നടപടിക്രമങ്ങൾ സാവധാനമാണ് നടക്കാറുള്ളത്. തിരഞ്ഞെടുപ്പിന് മുൻപേ പുനർവിചാരണ നടന്നാലും നിലവിലെ വിധിയിൽ മാറ്റം വരാനും സാധ്യത കുറവാണ്. മരീൻ ലെ പെൻ 4,74,000 യൂറോ അഥവാ 4,39,00,000 രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. നേതാക്കളെല്ലാം ചേർന്ന് 27.76 കോടിയുടെ ക്രമക്കേട് നടത്തിയതായുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു.
2004 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നത്. ഫണ്ട് വകമാറ്റലിൽ മുഖ്യ പങ്കുവഹിച്ചത് ലേ മറീനാണെന്ന് കോടതി കണ്ടെത്തി. കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് മരീൻ ലെ പെൻ കോടതിയിൽ നിന്നും എഴുന്നേറ്റുപോയി. തന്നെയും പാർട്ടിയെയും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് കേസെന്ന് അവർ ആരോപിച്ചു. യൂറോപ്യൻ പാർലമെന്റ് അംഗമെന്ന നിലയിൽ സഹായികളെയും സ്റ്റാഫിനെയും നിയമിക്കാൻ ലഭിച്ച പണം സ്വന്തം പാർട്ടി ഭാരവാഹികൾക്കും അംഗരക്ഷകൻ ഉൾപ്പെടെയുള്ള പേഴ്സണൽ സ്റ്റാഫിനും ശമ്പളം നൽകാൻ മരീൻ ലെ പെന്നും നാഷണൽ റാലി പാർട്ടിയിലെ 9 മെമ്പർ ഓഫ് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളും ഉപയോഗിച്ചതായാണ് കേസ്. ആസൂത്രിതമായാണ് പണം തിരിമറി നടത്തിയതെന്നും നാഷണൽ റാലി പാർട്ടിക്കുള്ളിൽ ഇതിനായി പ്രത്യേക സംവിധാനം തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നും കോടതിയുടെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റ് അംഗത്തിന്റെ അസിസ്റ്റന്റ് എന്ന ലേബലിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യും. അവരെ കൊണ്ട് പാർട്ടിയുടെ ജോലികൾ മാത്രമാണ് ചെയ്യിച്ചിരുന്നത്. ഈ അസിസ്റ്റന്റുമാരെ നിശ്ചിത ഇടവേളകളിൽ ഒരു എംപിയുടെ സ്റ്റാഫിൽ നിന്ന് മറ്റൊരു എംപിയുടെ സ്റ്റാഫിലേക്ക് മാറ്റി നിലനിർത്തും. ഈ രീതിയിൽ യൂറോപ്യൻ പാർലമെന്റ് നൽകിയ 27.76 കോടി രൂപ ദുരുപയോഗം ചെയ്തു. പാർട്ടിയോ എംപിമാരോ സ്വന്തം നിലയ്ക്ക് ചെലവാക്കേണ്ടിയിരുന്ന പണമാണ് യൂറോപ്യൻ പാർലമെന്റിന്റെ ഫണ്ടിൽ നിന്നെടുത്തത്. എന്നാൽ പണം ചെലവഴിച്ചത് നിയമവിധേയമായിട്ടാണെന്ന മറീന്റെയും സംഘത്തിന്റെയും വാദം കോടതി തള്ളി. മരീൻ ലെ പെന്നും കേസിലകപ്പെട്ടതോടെ ഫ്രാൻസിൽ വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന നാഷണൽ പാർട്ടിയെ ആര് നയിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്.